ഇന്ന് നമ്മൾ കൊളക്കട്ട ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടി 3 കപ്പ് അരിമാവ് എടുത്തിട്ടുണ്ട്. പുട്ടിൻ്റെ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ കൊളക്കട്ട ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടി ഞാൻ ഇത്രയും ശർക്കര എടുത്തിട്ടുണ്ട്, ഇത്രയും തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വരിക്കച്ചക്ക കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. നമുക്കത് ചേർക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. ആവശ്യത്തിനുള്ള ഇട്ടിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ ഞാൻ ഇടുന്നത്. നമുക്കൊന്ന് കുഴയ്ക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. വെള്ളം ഒഴിക്കാം. നമുക്ക് തേങ്ങയും ശർക്കരയും ഈ വരിക്കച്ചക്കയും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഉണ്ടാക്കാം. ഞാൻ ഇതിനൊരു സ്പൂണ് വെച്ചേ എടുക്കുന്നുള്ളൂ. കൂടുതൽ മധുരമായാലും നമുക്ക് തിന്നാനൊക്കെ ഇച്ചിരി പാടാണ്. നമുക്ക് ഇഡ്ഡലിക്കുട്ട് അടപ്പത്തോട്ട് വയ്ക്കാം. ഒന്ന് വെള്ളം തിളയ്ക്കട്ടെ. ഇവിടെ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് സെറ്റോട്ട് ഇതങ്ങ് വെക്കാം. ഞാൻ മേലത്തെ തട്ടിലാണ് വെച്ചേക്കുന്നത്. വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടി തട്ടിപ്പോയി കഴിഞ്ഞാൽ വെള്ളം കയറും. അതുകൊണ്ട് ഞാൻ മേലത്തെ തട്ടിലോട്ടാണ് വെച്ചേക്കുന്നത്. അടയ്ക്കാം. നമുക്ക് ഇനി ആവി കയറട്ടെ, വേവട്ടെ. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ കൊളക്കട്ട റെഡി ആയിട്ടുണ്ട്. നമുക്കങ്ങനെ എടുക്കാം. ശർക്കര എല്ലാം ഒലിച്ച് നമ്മുടെ വരിക്കച്ചക്ക കൊണ്ടുള്ള കൊളക്കട്ട റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. സൂപ്പർ. നിങ്ങൾ ട്രൈ ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്. നിങ്ങളെല്ലാം ട്രൈ ചെയ്യണം. നല്ല സൂപ്പറാണ്. നമ്മൾ വരിക്കച്ചക്കയും കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. നല്ല സൂപ്പറാണ്. നമ്മളെ കൊളക്കട്ട പച്ചരിയും ഗോതമ്പ് മാവ് കൂടാണ് എടുത്തേക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ലൈക്ക് ചെയ്യുക.